ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. എങ്ങോട്ടാന്നൊക്കെ വയ്യ പറയാം. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പായിരുന്നു കേട്ടോ അത്. നമ്മളെ കൂടെ ഉമ്മയും കൂടെ ഉണ്ട് കേട്ടോ. ഉമ്മേൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ ഇത്. നമ്മളങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറിയിരുന്നു. ഇത് പിന്നെ ഒരു ചടങ്ങ് പോലെയാണല്ലോ, ഫ്ലൈറ്റിൽ കയറി നമുക്ക് പുറത്തെ വ്യൂ ഒക്കെ കണ്ടങ്ങനെ ഇരിക്കണം. അതൊക്കെ കണ്ടങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. നമ്മളിവിടെ നിന്ന് കൊച്ചി എയർപോർട്ടിൽ നിന്നായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് കയറിയത്. അങ്ങോട്ടോക്ക് ഇങ്ങനെ ഇട് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ അതിൽ കൂടുതൽ പേടിപ്പിക്കുകയായിരുന്നു. ഫ്ലൈറ്റ് എടുക്കുമ്പോൾ പേടിയാവും എന്നുള്ള രീതിയിൽ അങ്ങോട്ടാടും ഇങ്ങോട്ടാടും എന്നൊക്കെ പറഞ്ഞ് ഉമ്മനെ ഭയങ്കര പേടിപ്പിക്കലായിരുന്നു കേട്ടോ. നമുക്കെല്ലാം ടെൻഷൻ ഉണ്ടായിരുന്നു. വന്നിട്ട് ഇരിക്കുന്നതിൻ്റെ സീറ്റിൻ്റെ ഇതൊക്കെ പിടിച്ചിട്ട് മുറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളതൊക്കെ പറഞ്ഞ് കേട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഉമ്മനെ അതൊക്കെ കാണിച്ച് കളിയാക്കിയിരുന്നു കേട്ടോ. ഭയങ്കര പേടി വെച്ചാൽ ഭയങ്കര പേടിയാണ്. അങ്ങനെ നമ്മളെ ഫ്ലൈറ്റൊക്കെ പൊന്തി നമുക്ക് ഏകദേശം നമ്മളെ സ്ഥലത്തേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണ് നമുക്ക് നമുക്ക് പോകേണ്ട സ്ഥലമാണ് ആ കാണുന്നത്. ഫ്ലൈറ്റിൽ നിന്ന് കാണുമ്പോഴുള്ള വ്യൂ അസാധ്യമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. വീഡിയോയിൽ എത്രയായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഭയങ്കര ഭംഗിയായിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം എത്തിയപ്പോഴേക്കും നമുക്ക് ലാൻഡ് ചെയ്യാനുള്ള ടൈമായി കേട്ടോ. നമ്മളെ ഫ്ലൈറ്റ് ഇറങ്ങുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നാട്ടിലേക്കാണ് കേട്ടോ നമ്മളെ ട്രിപ്പ് വന്നത്. ഭയങ്കര പച്ചപ്പും കടലും എല്ലാം നിറഞ്ഞ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മളെത്തിയത്. നമ്മൾ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി നമ്മളെ ലഗേജൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു കേട്ടോ. ലഗേജൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ പോകുന്ന സ്ഥലമാണ് ഗൈസ് ആൻഡമാൻ നിക്കോബാർ. നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മേമൻ്റെ ഹസ്ബൻഡും ഓലൊക്കെ വന്നിരുന്നു കേട്ടോ. മോളും എല്ലാവരും വന്നിരുന്നു. മേമനെ കെട്ടിച്ചത് ഇങ്ങോട്ടാണ്. മേമെന്ന് വെച്ചാൽ എൻ്റെ അമ്മായിയമ്മൻ്റെ അനിയത്തിനെ കെട്ടിച്ചത് ഇങ്ങോട്ടേക്കാണ് കേട്ടോ, ആൻഡമാൻ നിക്കോബാറിലേക്കാണ്. ഇതാണ് നമ്മുടെ മേമൻ്റെ ഒരേ ഒരു മകൾ സഫക്കുട്ടി. എന്നെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എന്നോട് വലിയ പരിചയമൊന്നുമില്ല. പരിചയമായി വരണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോൾ അവൾക്ക് കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അവിടുത്തെ കടലക്കറി അടിപൊളി ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ നമ്മൾ അവരുടെ നാട്ടിലേക്ക്, അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഇതന്നെ, കടൽ കടൽ കടൽ. എങ്ങോട്ട് തിരിഞ്ഞാലും കടലാണ് ഗൈസ് ആൻഡമാനിൽ. ദ്വീപെന്ന് വെച്ചാൽ ഫുള്ള് കടൽ തന്നെയാണല്ലോ. എന്ത് പറയണം, വിവരദോഷം. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയ ഒരു ഈവനിങ് ടൈമാണ് കേട്ടോ അത്. ഞങ്ങൾ അവിടെ കാണാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഇതായിരുന്നു കേട്ടോ, ബീച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു. അപ്പം അവിടേക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ കല്ലൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു ഗായ്സ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ തിരിച്ചു പോകുമ്പോൾ അവിടുത്തെ ഒരു കഫേയിൽ കയറി. നമ്മളെ നാട്ടിലുള്ള പോലത്തെ കഫേയല്ല, കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു കഫേ ആയിരുന്നു കേട്ടോ. കഫേയിൽ മക്കൾക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങളവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ അങ്ങനെ എൻജോയ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നു കേട്ടോ, റിലാക്സ് ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ റിലാക്സേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഊഞ്ഞാലാട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ കുറച്ച് വീഡിയോസും ആ കഫേത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത് അവിടുത്തെ കടലത്തെ മീൻ തന്നെ ഒരു പിടിച്ചിട്ട് അതിലിട്ടേ. പിന്നെ അവിടുത്തെ നൂഡിൽസും ട്രൈ ചെയ്ത് ഞങ്ങളെ വീട്ടിലേക്ക് പോയിട്ടോ. വീട്ടിൽ പോയപ്പോൾ ഉമ്മതായിരുന്നു ഇങ്ങോട്ട് എൻ്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. എന്താ ചെയ്യാം. പിറ്റേന്ന് രാവിലെ ആയി. ഞങ്ങൾക്ക് ചായയും കടികളൊക്കെ ഞങ്ങളെ മേമ തന്നു. അതൊക്കെ കഴിച്ച് വിഭവസമൃദ്ധമായ ഫുഡായിരുന്നു രാവിലത്തെ ഫുഡ്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ മേമൻ്റെ നാട് കാണാൻ ഇറങ്ങിയതാണ് ഗൈസ്. ഞാനും മേമൻ്റെ മോളും കൂടെ അവിടെയൊക്കെ ഒന്ന് ചുമ്മാ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടുത്തെ വീടൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ. എന്ന് വെച്ചാൽ മേളിൽ വേറെ ഫാമിലി ആയിരിക്കും, 2 നിലയായിരിക്കും എങ്ങനെയായാലും. അടിവശം വേറെ ഫാമിലി ആയിരിക്കും, മേൾവശം വേറെ ഫാമിലി ആയിരിക്കും. അവർ വാടകയ്ക്ക് കൊടുക്കുക, അങ്ങനെ ഇരിക്കും കേട്ടോ. അടുത്ത വീട് ഒട്ടുമിക്ക എല്ലാ വീടും അങ്ങനെ തന്നെ. ബിസിനസ് മൈൻഡാണ് കേട്ടോ അവിടെ എല്ലാത്തിനും. സ്വന്തം വീട് വരെ ബിസിനസ് മൈൻഡാണ് ഗൈസ് ഇവിടെ.
അപ്പം നമ്മൾ അവിടെയൊക്കെ കണ്ട് നമ്മളെ വീട്ടിലേക്ക് മാമൻ്റെ വീട്ടിലേക്ക് പോവാം കേട്ടോ. മാമൻ്റെ വീട് കണ്ടിട്ടുള്ളൂ. ഇതാണ് ഞങ്ങളെ മാമൻ്റെ വീട്. ഇവിടെ അടിവശത്ത് മേമയും ഫാമിലിയും, മേൽവശത്ത് ഇവർ വാടകയ്ക്കായിട്ട് കൊടുത്ത കേട്ടോ. അവരെ ഫാമിലി തന്നെ, പക്ഷെ വാടകയ്ക്കായിട്ട് കൊടുത്തത് കേട്ടോ. ഞങ്ങൾ പോയി വന്നപ്പോഴേക്കും മേമയുണ്ട് ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്ന കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക, കേസരി പോലത്തെ എന്തോന്നാണ്. മേമ പറഞ്ഞ റവ കേക്ക് എന്നാണ്. നമ്മളവിടുത്തെ റവ കേക്ക് വേറൊരു ടൈപ്പാണ്. എന്തായാലും മേമൻ്റെ വക സ്പെഷ്യൽ റവ കേക്ക് ആയിരുന്നു കേട്ടോ നമുക്കുണ്ടായിരുന്ന ഈവനിങ് ആയിട്ട്. മേമ അങ്ങനെ അടിപൊളിയായിട്ട് റവ കേക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒക്കെ പ്രിപ്പയർ ചെയ്ത് അത് പ്ലേറ്റിലേക്ക് മാറ്റി ചൂടാറാൻ വേണ്ടി വെച്ച് നെയ്യൊക്കെ തടവി നമുക്കത് സെറ്റാക്കി തരിക കേട്ടോ ഈവനിങ് സ്നാക്കായിട്ട്. ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മേമ നല്ല ഫുഡ് വെക്കും കേട്ടോ. അവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി, അതും ചിക്കൻ, ബീഫ്, പിന്നെന്താ മീൻ. ചിക്കൻ കിട്ടിയായിരുന്നില്ല കേട്ടോ. മീൻ ബീഫൊക്കെ ആയിട്ട് മാറ്റി മാറ്റി നമുക്ക് എന്നും ബിരിയാണി ആയിരുന്നു മേമൻ്റെ വക സ്പെഷ്യൽ അവിടെ ചെന്നപ്പോൾ. അങ്ങനെ നമ്മൾ റവ കേക്കൊക്കെ സെറ്റാക്കി അതൊക്കെ മുറിച്ച് മേമ റെഡിയാക്കി നമുക്ക് തരുമായിരുന്നു കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ റവ കേക്കും ഈ റവ കേക്കും തമ്മിൽ നല്ല ഡിഫറൻസ്. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ അടുത്ത സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഇതൊരു ഫോറസ്റ്റ് പോലത്തെ സ്ഥലമാണ്, ഒരു പാർക്ക് പോലെ. അത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോകണം കേട്ടോ. അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. കുഴപ്പമില്ലാത്തൊരു പാർക്ക് വെച്ചാൽ ഈവനിങ് ടൈമൊക്കെ പോയിരിക്കാൻ പറ്റിയൊരു പാർക്ക്. അങ്ങനെ ഇരുന്നു കേട്ടോ അത്. അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ നിന്നു. അന്നൊരു രസമുണ്ടായി. നമ്മൾ PT ഉഷ മാമിനെ കണ്ടായിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നപ്പോഴേക്കും രാത്രിയായി ഗൈസ്. രാത്രിയായി. അവിടുത്തെ ബോട്ടും കാര്യങ്ങളും അവിടുന്ന് ഒരു ചായ കുടിച്ച് ആ ബോട്ടും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിന്ന് പിന്നെ നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ നമ്മൾ പിറ്റേന്നും ഇറങ്ങി. പിറ്റേന്ന് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മളെ ഈ വീഡിയോയിലൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റും ലാസ്റ്റും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് ഒരു ഭംഗിക്ക് അവിടെ കണ്ട കാഴ്ചകളൊക്കെ ചുമ്മാ അങ്ങ് വീഡിയോ എടുത്തപ്പം അങ്ങ് എഡിറ്റ് ചെയ്തിടാന്ന് കരുതിയ കുറേയൊക്കെ എടുക്കാൻ മറന്നു വീണ് സത്യം പറയുകയാണെങ്കിൽ. അപ്പം പിന്നെ അത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഒരുങ്ങിക്കെട്ടി ബോട്ടും പിടിച്ച് പോകണത് ഒരു പഴയ മില്ലും മ്യൂസിയവും ഒക്കെ കാണാൻ വേണ്ടി. പിന്നെ കുറച്ച് വാട്ടർ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വണ്ടി നിർത്തിയിരുന്നൊക്കെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് വേണം നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. സെല്ലുലാർ ജയിൽ, അങ്ങനെ മരമില്ല്, അങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കുറച്ച് 2-3 സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ വന്നത്. അവിടുത്തെ എത്ര വർഷങ്ങളോളം പഴക്കമുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. വർഷങ്ങളോളം പഴക്കമുള്ള ഒരു മരമില്ലാണ് നമ്മൾ കാണാൻ പോകുന്നത്. മരമില്ലും അവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. ഫോറസ്റ്റ് മ്യൂസിയം എന്നല്ലപ്പോൾ കണ്ട ഫോറസ്റ്റ് മ്യൂസിയം. അതും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. അവിടെ നമ്മളെ ഈ ആൻഡമാനിലെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളും അവിടുത്തെ പഴയ കാര്യങ്ങളും കുറച്ച് കൊത്തുപണികളും ഒക്കെ വെച്ചിട്ടുള്ളൊരു അടിപൊളി മ്യൂസിയം. പിന്നെ ഇപ്പം നല്ല അടിപൊളി ആയിട്ടുള്ള ശില്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ വേണ്ടി നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെയൊക്കെ. ശില്പങ്ങളെ പറ്റിയൊന്നും വിവരിക്കാറിയില്ല. മരം കൊണ്ട് കൊത്തി തീർത്ത കുറേ അടിപൊളി സാധനങ്ങളൊക്കെ ആ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ചുമ്മാ ഓടിച്ചു പോയിട്ടേ ഉള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ളതുകൊണ്ട് അധികമൊന്നും നമ്മൾ കാണാൻ നിന്നിട്ടില്ല കേട്ടോ. വേഗം അവിടെയൊക്കെ കണ്ട് മതിയാക്കി നമ്മൾക്ക് മരമില്ലും കൂടെ കവർ ചെയ്യാൻ പോകണം. മരമില്ല് ആക്ച്വലി മരമില്ല് കണ്ട പേടിയാവും സത്യം പറയുകയാണെങ്കിൽ. അവിടെ എന്തോ ഒരു വലിയ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയ പോലെയായിരുന്നു. പിന്നെ അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത്. ഇത് മറ്റേ ഈ ബോംബൊക്കെ വരുമ്പം ആൾക്കാർ വെടിയൊക്കെ വെക്കുമ്പോൾ ഇതിൻ്റെ എന്താ പറയുക
മണ്ണിൻ്റെ അടിയിലൊക്കെ പോയി ഇങ്ങോട്ട് സേഫായിട്ട് ഇരിക്കുന്ന അറിയില്ല, അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ അത്. ഇതാണ് ഗൈസ് നമ്മളെ മരമില്ല്. നല്ല എന്താ ദൈവത്തിനൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കണ്ടിട്ട് ഈ റെയിൽവേ സ്റ്റേഷനില്ലേ, എനിക്ക് അതുപോലെയാണ് തോന്നി. പഴയ റെയിൽവേ സ്റ്റേഷനില്ലേ നമ്മളെ പണ്ടത്തെ കരിതീവണ്ടിയൊക്കെ പോകുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇതാണ് കേട്ടോ തോന്നിയത് എനിക്ക് ആ മരമില്ല് കണ്ടപ്പം. ബട്ട് കുഴപ്പമില്ല, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ നമ്മൾ കണ്ടു. ഇത് മരമില്ല് എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ വിചാരിച്ചു. പക്ഷേ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മരമില്ലിൽ. ഇതൊക്കെ തോന്നുന്നു ട്രഡീഷണലായിട്ട് ഇങ്ങനെ ആൾക്കാർ വരുമ്പം കാണിക്കാൻ വേണ്ടി വെക്കുന്നതാണോന്നും അറിയില്ല. മില്ലിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയത് എങ്ങോട്ടാണെന്നറിയോ? ഇത് നമ്മൾ സിനിമയിലെ സെല്ലുലാർ ജയിൽ കാണാൻ വേണ്ടിയിട്ട് പോയി. ഇതാണല്ലോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്, സെല്ലുലാർ ജയിൽ. ഏതൊരു സിനിമയിലും ലാലേട്ടൻ്റെ ഏതൊരു സിനിമയിൽ കാണിച്ചിട്ടുള്ളതായിരുന്നു, എനിക്കിപ്പോൾ കിട്ടുന്നില്ല. എന്തായാലും ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ജയിലാണ് ഗൈസ് ഇത്. ഞാനും കൂടെ ഇവിടെ കാണാൻ വന്നപ്പോൾ ചരിത്രം വീണ്ടും ആയല്ലോ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത്, ടിക്കറ്റിന് എത്ര ഒന്നാണ് ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങളകത്ത് കയറി അവിടെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. വാവുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആ ഭംഗി കറക്റ്റിൻ്റെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയണോ അറിയില്ല, പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഭംഗിക്കനുസരിച്ച് പണ്ടത്തെ എനിക്ക് ഈ ചരിത്രമൊന്നും പറയാൻ കറക്റ്റ് അറിയത്തില്ല കേട്ടോ. കറക്റ്റ് എന്നല്ല, എനിക്ക് സംസാരിക്കാൻ തന്നെ പൊതുവെ അറിയാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ചരിത്രമൊക്കെ ഞാൻ എങ്ങനെയാണ് പറയുക, ഇത് കലാപാനി സിനിമയിലെ ആണ് കേട്ടോ. ലാലേട്ടൻ്റെ കലാപാനി സിനിമയിലെ കാണിക്കുന്ന ആ ജയിലാട്ടോ ഇത്. എല്ലാവർക്കും അറിയാനുണ്ടാവും. അപ്പം ഇതൊക്കെയാണ് പണ്ടത്തെ അടിമകളെ പോലെ വെച്ചിട്ട് അവർ എന്താ പറയുക ചാട്ടവാരനോടൊക്കെ അടിക്കുന്ന സംഭവം, ജയിൽ പുള്ളികളായിട്ട് ഇങ്ങനെയൊക്കെയാണ് എന്തൊക്കെയോ കേട്ടോ. പണ്ടത്തെ ഡ്രസ്സ്, പണ്ടത്തെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഉള്ളിലേക്ക് ജയിലൊക്കെ കാണണമല്ലോ. ജയിൽ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോയിട്ടോ. പുറത്തുനിന്ന് ഇങ്ങനെ ജയിൽ കാണാൻ എന്ത് ഭംഗിയല്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പുറത്തുനിന്ന് അതിൻ്റെ ജയിലിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു ചെറിയ മ്യൂസിയം പോലെയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ശരിക്കും ഈ ചരിത്രം പറയുന്നവർ പറയണം, എനിക്ക് കറക്റ്റ് പറയാനറിയത്തില്ല, അതാണ് സംഭവം. പക്ഷെ ജയിലിൻ്റെ ഉള്ളിലുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലങ്ങോട്ട് കയറിയപ്പം, സെല്ലിൻ്റെ ഉള്ളിൽ കയറിയപ്പം ശ്വാസം മുട്ടുക ഭയങ്കരമായിട്ട്. എന്താണെന്നറിയില്ല, ചെറിയൊരു സെല്ല് അങ്ങനെ ഇഷ്ടം പോലെ നിറച്ചുണ്ട് കേട്ടോ. ഇത് ആ ജയിലിൻ്റെ ഒരു ഫുൾ എന്താ പറയുക, ഫുള്ളൊരു അതിൻ്റെ ഒരു ഇത്, ആ ബിൽഡിങ്ങിൻ്റെ ഒരു കലാരൂപം ആണ് നമ്മൾ നേരത്തെ കണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് തട്ടായിട്ട് കുറേ ഉണ്ട്. നമ്മൾ ഇതിലേക്കാണ് പോയത്, ഇതിലേക്കാണ് ഏത് ഭാഗമാണ് കണ്ടതൊന്നും മനസ്സിലാവില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചക്രവ്യൂഹത്തിൽ പെട്ട പോലെയായിരുന്നു, ഒരവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെ എന്ത് രസമായിരുന്നു കാണാൻ. നല്ല ഭംഗിയുണ്ട് പണ്ടത്തെ ജയിൽ എന്നൊക്കെ പറയുമ്പോൾ, കാണാനൊരു ഭംഗിയാണല്ലോ. ആ ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് നമ്മളവിടെ എല്ലാം ഓടി നടന്ന് കണ്ടു. താഴ്മേളിലും സൈഡും അങ്ങും ഇങ്ങും എല്ലാം കണ്ട് തീർത്ത് നമ്മൾ പിന്നെ കാണാൻ പോയത് മറ്റേ ഈ പണ്ടത്തെ ആൾക്കാരെ കൊല്ലുന്നൊരു സ്ഥലം ഉണ്ടല്ലോ, കയറൊക്കെ കെട്ടി ഒരു സാധനം വലിച്ചിട്ട് കൊല്ലുന്ന, അത് കണ്ട് അവിടെ പോയിട്ട് ശ്വാസം മുട്ടുക മനുഷ്യന്. അതൊക്കെ വേഗം കണ്ട് നമ്മൾ തിരിച്ച് അവിടുന്ന് ഇറങ്ങി അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പണ്ടാരടങ്ങി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടാണ്. അവിടെ കുറേ ഐലൻഡ് ഉണ്ട് കേട്ടോ, റോസ് ഐലൻഡ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മറ്റേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ബോട്ടിങ്, പിന്നെന്താ മറ്റേ ആകാശത്ത് കൂടെ പറക്കുന്ന പാരാഗ്ലൈഡിങ്, ലൈക്ക് അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ.
അവിടെ ചെന്നിട്ട് ചെയ്യണം എന്നുള്ള ഒരിതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ആദ്യം ബോട്ടിൽ കയറി. ഉമ്മയും ഓലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മയും മേമൻ്റെ ഹസ്ബൻഡ് മോള് എല്ലാവരും ഉണ്ടായിരുന്നു. അവർക്ക് പിന്നെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു, നമുക്ക് നടക്കാൻ ഒട്ടും കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ബോട്ടൊക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി അവരോട് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ലൈക്ക് ചെറിയൊരു ഹണിമൂൺ പോലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബോട്ടിങ് ചെയ്യാമെന്ന് കരുതി. ബോട്ടിങ് ചെയ്യാൻ വേണ്ടി ബോട്ടിങ് ചെയ്തു വെച്ചാൽ വേറെ സ്ഥലത്തേക്ക് പോയി. അവിടുത്തെ വെള്ളത്തിൻ്റെ കളറ് കാണണം. ഓരോ സ്ഥലത്തും ഓരോ കളറായിട്ടാട്ടോ കാണുന്നത്. നമ്മളെ ഇത് മണ്ണെണ്ണൻ്റെ ഒക്കെ കളറല്ലേ, ലൈക്ക് അതുപോലത്തെ കളർ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തെ ഐലൻഡിലേക്ക് പോവാട്ടോ. ബോട്ടിങ് ചെയ്തിട്ട് പോവാണ്. അപ്പുറത്തെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പുറത്തെ സൈഡ് എത്തിയിട്ട് കാണാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പോയി നോക്കണം. അവിടെ എത്തി, അപ്പുറത്തെ സൈഡിലെത്തി ഗൈസ്. അവിടെ ഫുള്ള് മനുഷ്യരെക്കാട്ടിലും തോനെ ഇവരായിരുന്നു കേട്ടോ. ഈ മാനിനെന്താ പറയുക, മ്ലാടയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. നല്ല അടിപൊളി മാൻ കേട്ടോ. ഇവരെ തട്ടിയിട്ട് അവിടെ എവിടെയും നിൽക്കാൻ സ്ഥലമല്ല, എവിടെ തിരിഞ്ഞാലും മാനാണ്, ഫുൾ മാനാണ്. പിന്നെ അതിൻ്റെ ഒപ്പം നിന്ന് അതിനെ കുറച്ച് കൊഞ്ചിച്ച് അതിൻ്റെ ഒപ്പം നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ കരുതി ഈ അവിടെ കാണുന്ന മാനുകൾ മാത്രമാണ് ഉള്ളതെന്ന് കേട്ടോ. പക്ഷെ അതല്ല ഗൈസ്, അവിടെ മൊത്തം മാനായിരുന്നു. ഒരു ഷെഡ് കെട്ടിയിട്ട് അത് നിറച്ചും മാനായിരുന്നു. നമ്മൾ മൃഗശാലയിലൊക്കെ പോകുമ്പോഴാണ് പൊതുവെ ഇവരെ കാണൽ. പക്ഷെ ആ ഏരിയ മൊത്തം ഒരു ഷെഡ് കെട്ടിയിട്ട് അതിൻ്റെ അടി മൊത്തം അങ്ങോട്ട് ഇങ്ങ് വരെ ഫുള്ള് മാനായിരുന്നു. മാനെന്ന് തന്നെയാണ് ഇവർക്ക് പറയാതെ തോന്നുന്നു, പുള്ളിമാൻ ആണെന്ന് തോന്നുന്നു. പിന്നെ അവിടുത്തെ പണ്ടത്തെ ബ്രിട്ടീഷുകാർ കെട്ടിയിട്ടുള്ള കുറേ വീടുകളൊക്കെ കണ്ടായിരുന്നു. വീടുകളൊക്കെ പൊളിഞ്ഞ് ചാടി കിടക്കുന്നു. ഇത് ഏത് ഐലൻഡാണെന്നോ, ഇത് റോസ് ഐലൻഡാണ് കേട്ടോ. റോസ് ഐലൻഡാണ് തോന്നുന്നു ഞങ്ങൾ പോയത്. അവിടെ പോയിട്ട് ബീച്ചൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ് ഗൈസ്. അവിടുന്ന് പോരാൻ തോന്നുന്നുണ്ടായില്ല. ആൾക്കാരൊന്നുമില്ല, നല്ല പീസ്ഫുള്ളായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. അവിടുന്ന് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. പിന്നെ നമ്മളവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. നമ്മളെ ഈ ലക്ഷദ്വീപിലൊക്കെ പോയ പോലത്തെ തെങ്ങുകൾ മാത്രമായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഒരാളോട് സ്ലോ മോഷൻ ഇട്ട് നടന്നു വരാൻ പറഞ്ഞിട്ട് ഒരുമാതിരി അപ്പി ചവിട്ടിയ പോലെയാണ് ഗൈസ് അവൻ വരുന്നത്. എന്തായാലും ആവട്ടെ. എന്നിട്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തീർത്ത് നമ്മൾ തിരിച്ച് വേറെ സ്ഥലത്തേക്ക് പോവാം. പാരാസൈലിംഗ് ചെയ്തു ഗൈസ്. പാരാസൈലിങ്ങിന് പോവാണ് ഗൈസ് ഞാൻ സ്ഥാപിച്ചത്. എൻ്റെ ഹസ്ബൻഡ് പാരാസൈലിംഗ് ചെയ്തില്ല. ആ പൊട്ടന് പേടിയാണ്. ഇതന്നെ പറഞ്ഞ് കാല് പിടിച്ചിട്ട് കേട്ടോ ചെയ്തത് അവൻ. അങ്ങനത്തെ ദിവസം അടിച്ചു പൊളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയപ്പോൾ സഫമോളെ വക അടുത്ത ടാസ്ക് ചോറും കൂട്ടാനും. പിന്നെ അതിലായിരുന്നു ഞങ്ങളെ എല്ലാ കഴിവും തെളിയിച്ചത്. ഞാൻ ബിരിയാണി വെച്ചു, അവൾ എന്താ വേറെന്തുണ്ടാക്കി, മറ്റവെന്താ മന്തിക്കരിന്ന്. അയ്യോ നല്ല രസമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ സ്കൂബ ഡൈവിങ്ങിന് ഇറങ്ങി കേട്ടോ. അതിന് മുമ്പ് അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ലൈറ്റ് ഹൗസ് ഉണ്ടാകുമ്പോൾ പിന്നെ അത് കണ്ടിട്ട് വേണമല്ലോ. ഞാൻ ഇതുവരെ ഒരു ലൈറ്റ് ഹൗസ് കണ്ടിട്ടില്ല കേട്ടോ. ലക്ഷദ്വീപിലൊക്കെ പോകുമ്പോൾ ലൈറ്റ് ഹൗസ് കാണണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസ് കാണാമെന്ന് കരുതി കേട്ടോ. ലൈറ്റ് ഹൗസ് പുറത്തുനിന്ന് കാണാൻ അതിസുന്ദരമായിരുന്നു ഗൈസ്. അതിസുന്ദരം.
പക്ഷെ അകത്തേക്ക് കയറിയപ്പോൾ ശ്വാസം മുട്ടിയില്ലാന്നേ ഉള്ളൂ. ആദ്യത്തെ കയറലൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടിച്ചാടി കയറി. അവിടെ എത്തിയപ്പോഴേക്കും മനുഷ്യൻ ആകെ ചൂടെടുത്ത് ഉരുക്കി വെന്തൊലിച്ച ഒരവസ്ഥയായിരുന്നു. ലൈറ്റ് ഹൗസ് എങ്ങനെയെങ്കിലും ഒന്ന് താഴെത്തിയാൽ മതി എന്നായിപ്പോയി. എന്തായാലും വന്നതല്ലേ. പക്ഷെ ഏറ്റവും മേളിൽ കയറിയാൽ അവിടുന്ന് കാണുന്ന വ്യൂവിന് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുമല്ലോ. അതാലോചിച്ചിട്ടാണ് ആള് ചാടിക്കയറി അപ്പുറത്തോളം വന്നത്. എന്തായാലും വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ, അങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടേക്ക് പാഞ്ഞു കയറി ക്ഷീണം മാറ്റാൻ വേണ്ടി അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് റീല് പോലെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമായിരുന്നു കേട്ടോ അവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ അടുത്തുനിന്ന് കാണുന്നതിനെക്കാട്ടിലും മേളിൽ നിന്ന് കാണുമ്പോൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇറങ്ങി ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങളൊരു നാരങ്ങ സോഡ അടിച്ചിട്ട് നേരെ സ്കൂബ ഡൈവിങ്ങിന് ഇറങ്ങി. സ്കൂബ ഡൈവിങ്ങിന് ഇറങ്ങിയപ്പോൾ ഭയങ്കര ഇതിലായിരുന്നു ഇറങ്ങി. നോക്കുമ്പോൾ ഉണ്ടാവും കാര്യമായിട്ട് കാണാനൊന്നുമില്ല, പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ആൻഡമാൻ പരിപാടി ഇവിടെ കഥ ഏകദേശമൊക്കെ എല്ലാം കണ്ട് സെറ്റായി. പിന്നെ കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, നമുക്ക് തിരിച്ചു പോകേണ്ട സമയമായി. നമ്മൾ അവിടുത്തെ എയർപോർട്ടിൽ പോയി ഫ്ലൈറ്റൊക്കെ കയറി നമ്മളങ്ങനെ നാട്ടിലേക്ക് പോവാണ് ഗൈസ്. വീണ്ടും നമ്മൾ നേരെ പോയി ഇറങ്ങുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചി പോയി ഇറങ്ങിയിട്ട് വേണം നമുക്ക് പോവാൻ. കൊച്ചിയിൽ പോയി ഇറങ്ങി ട്രെയിൻ പിടിച്ചിട്ട് വേണം നമ്മുടെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം നമുക്ക് ഞാൻ എന്ത് ചെയ്തു, വിൻഡോ സീറ്റ് കൊടുത്തു കേട്ടോ. പാവം ആദ്യമായിട്ട് കയറിയതല്ലേ, വിൻഡോ സീറ്റിലിരുന്ന് കുറച്ച് കണ്ടേ. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞാൻ വിൻഡോ സീറ്റിലായിരുന്നു, ഇങ്ങോട്ട് വരുമ്പം ഉമ്മയ്ക്ക് കൊടുത്തു വിൻഡോ സീറ്റ്. പിന്നെ ഇപ്പം എന്താ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെയായിരുന്നു നമ്മൾ ആൻഡമാനിലെ കാഴ്ചകളും കാര്യങ്ങളൊന്നും. സത്യം പറഞ്ഞാൽ പകുതി വീഡിയോ ഒന്നും എടുത്തിട്ട് തന്നെ ഇല്ല. എടുത്ത കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു, അതൊന്നും കാണാനല്ല. കുറേ ദിവസമായി ഇതിൻ്റെ എന്താ പറയുക ഇതിലിങ്ങനെ കിടക്കുന്നു. അപ്പം പിന്നെ എടുത്ത് പോസ്റ്റാന്ന് കരുതി, എന്തെങ്കിലുമൊക്കെ വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട് അങ്ങനെ എടുത്ത് ഇടാന്ന് കരുതി. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തി നമ്മൾ ട്രെയിനൊക്കെ പിടിച്ചിട്ട് നമ്മൾ പോവാണ് ഗൈസ്, നമ്മുടെ നാട്ടിലേക്ക് പോവാണ്. അപ്പം ഈ വീഡിയോസിൽ പോരായ്മകൾ ഒരുപാടുണ്ടെന്ന് പറയാം. എന്ത് ചെയ്യണം, ദിസ് ഇസ് മൈ സെക്കൻഡ് ഓർ തേർഡ് വീഡിയോ. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ കയറി നമ്മളെ നാട്ടിലേക്ക്. ഞങ്ങൾ നാട്ടിലെത്തിയോണ്ടായിരിക്കണം നല്ല മഴയായിരുന്നു. ആ മഴേൻ്റെത് ട്രെയിന് ഫുള്ള് കാണാനും ഉണ്ടായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഓക്കെ, അപ്പം ഇനി കുറച്ചുകൂടെ ബെറ്ററാക്കി അടുത്ത വീഡിയോസൊക്കെ ചെയ്തു വരാം. ഓക്കെ, ബൈ.